ഗിയർ ബോക്സിൻ്റെ എഞ്ചിൻ്റെ ഇടയ്ക്ക് നിന്ന് ഓയിൽ ലീക്കാണ്. അതാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ഇത് ഗിയർ ബോക്സ് എഞ്ചിന് ചേരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓയിൽ പനിച്ച് പിന്നെ കുറേ ഡ്രോപ്പായിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നേക്കണം. ഓൾട്ടോ കേട്ടറാണ്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ സീൽ പോയേക്കണേ. അതുകൊണ്ടാ ഗിയർ ബോക്സിൻ്റെ ചുറ്റും ഓയിൽ തെറിച്ചിട്ടുണ്ട്. അതേ ഓയിൽ തന്നെ ക്ലച്ചിലേക്കും തെറിച്ചിട്ടുണ്ട്. ക്ലച്ചിലേക്ക് തിരിഞ്ഞിട്ട് വണ്ടി കാല് കൊടുക്കുമ്പോൾ ഒരു ഇറപ്പുണ്ടാവും, പിന്നെ ഒരു സ്മെല്ലും ഉണ്ടാവും. അങ്ങനെ 2 കംപ്ലയിൻ്റാണ് ഇതിന് വരുന്നത്. കണ്ടോ, ക്ലച്ച് കുറച്ചങ്ങ് കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ ഫ്ലൈവീലിൻ്റെ ബാക്കിൽ, ഇത് ഫ്ലൈവീലിൻ്റെ ബാക്കിൽ വരുന്ന ഓയിൽ സീലാണ്. അതിൽ എൻജിൻ റിയർ സീൽ അതിന് കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ പകരം കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ആ ഗിയർ ഓയിൽ അതിൽ നിന്ന് തെറിച്ചങ്ങനെയാണ് കേട്ടോ. പകരം പക്ഷേ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു സീലാണ്. ഇത് ചെറിയൊരു സീലാണ്. പക്ഷേ ഈ സീല് മാറണമെങ്കിൽ ഗിയർ ബോക്സ് പീസാക്കണം, ഗിയർ ബോക്സ് അയക്കണം. അപ്പോൾ ഈ ഒരു സീല് കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടി കേട്ടോ ഇതിന് അയച്ചേക്കണത്. അപ്പോൾ ആ ഒരു സീല് കംപ്ലയിൻ്റ് ആയിട്ടാണ് ക്ലച്ചിലേക്കൊക്കെ ഓയിൽ തെറിച്ചേക്കണത്. അതായത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓയിൽ തെറിച്ചത്. ഈ കാണുന്ന ഓയിലൊക്കെ ഓയിൽ സീൽ കംപ്ലയിൻ്റ് ആയിട്ട് തെറിച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ റൗണ്ടിൽ തെറിച്ചിട്ട് ഈ ഓയിൽ ഗിയർ ബോക്സിൻ്റെ എഞ്ചിൻ്റെ ഇടയിലായിട്ട് താഴത്തേക്ക് വീഴും. അപ്പോൾ സീലൊക്കെ മാറി ഫ്ലൈവീലൊന്ന് പോളിഷ് ചെയ്ത് പുതിയൊരു ക്ലച്ച് സെറ്റാക്കി. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ വർക്ക് കഴിഞ്ഞ് കയറ്റി പിടിപ്പിക്കുകയാണ്. അപ്പോൾ ക്ലച്ചിലേക്ക് ഓയിൽ വരുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 സീല് മെയിനായിട്ട് പോകുമ്പോഴാണ് വരിക. ഒന്ന് എഞ്ചിൻ റിയർ സീൽ, അതായത് ഫ്ലൈവീലിൻ്റെ ബാക്കിൽ വരുന്ന സീൽ. അത് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. സാധാരണ ആ സീലാണ് കംപ്ലയിൻറ്റ് വരിക. പിന്നെ കുറച്ച് ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ സീൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ ഈ 2 സീൽ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് കൂടുതൽ ക്ലച്ചിലേക്ക് ഓയിൽ വരിക. അപ്പോൾ ഓയിലിലേക്കും ആദ്യം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ലപോലെ ഇച്ചിരി സ്പീഡിന് വലിപ്പിച്ച് ഓടിക്കുമ്പോൾ ചെറുതായിട്ട് ഇരയ്ക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് കുറച്ച് ദൂരം ഓടിക്കുമ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഓടിക്കുമ്പോൾ അത് കിട്ടത്തില്ല, ചില സമയങ്ങളിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഓയിൽ ലീക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും ക്ലച്ചിലേക്ക് ഓയിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അന്നേരം ഒരു സ്മെല്ല് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അടിയിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണുവാണെങ്കിൽ ചിലപ്പോൾ ക്ലച്ചൊന്നും മാറാതെ നമുക്ക് ഓയിൽ സീൽ മാത്രം മാറിയാൽ മതിയാവും. പിന്നെ ഗിയർ ബോക്സ് ഇറക്കുന്ന സമയത്ത് ക്ലച്ചിന് കംപ്ലയിൻ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തും കൊണ്ടും ക്ലച്ച് മാറി കയറ്റുന്നത് തന്നെയാണ് നല്ലത്. എന്ന് വെച്ചാൽ പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് രണ്ടാമത് ഗിയർ ബോക്സ് അയച്ച് ക്ലച്ച് മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒറ്റയടിക്ക് പരിപാടിയെല്ലാം തീരും. പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് നമ്പർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീ സമയം പോലെ ഒരു 4-5 പേര് വിളിച്ച് സംസാരിച്ചു. ഇനി കുറച്ച് നമ്പർ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഞാനത് വിളിക്കുന്നതായിരിക്കും, തിരക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ മെസ്സേജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായല്ലോ, മെസ്സേജ് നോക്കാൻ പറ്റാറില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഓക്കെ.